എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സംഭവം കണ്ടോ? ഇതൊരു വിത്താണ് കേട്ടോ. ഇതെന്തിൻ്റെ വിത്താണെന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അനിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണിത്. പുറന്തോടിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഉപ്പിട്ടിട്ടാണ് ഇത് അവർ വറുത്തെടുക്കുന്നത്. പുറന്തോട് നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ ചെറിയൊരു സംഭവം കിട്ടും. നമ്മുടെ ഈ നാരങ്ങയുടെ ഒക്കെ കുരുവില്ല, ഓറഞ്ചിൻ്റെ നാരങ്ങേൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള ഒരു പരിപ്പ് കിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്തെങ്കിലുമൊക്കെ ടെൻഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സംഭവം പൊളിച്ചൊന്ന് കഴിച്ചാൽ മതി കേട്ടോ. കാരണം പൊളിക്കുന്നതിലായിരിക്കും നമ്മളുടെ ശ്രദ്ധ മുഴുവൻ. അത്ര സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു സംഭവം കേട്ടോ, ഷേപ്പില്ലാത്തൊരു സംഭവം, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ കിഡ്നി ഇല്ല അതുപോലെയൊക്കെ തോന്നി. ഒട്ടും രുചിയില്ലായിരുന്നു കേട്ടോ. ഒരു ഉപ്പെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കായിരുന്നു. എനിക്കൊരു എണ്ണേൻ്റെ ഒക്കെ ഒരു ചൊയയാണ് തോന്നിയത്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതെന്താണെന്ന് അവരോട് ചോദിക്കാനും വിട്ടുപോയേ. അപ്പോൾ അതറിയുന്നവരും കമൻറ്റ് ചെയ്യൂ. ഇത് പിന്നെ എനിക്കറിയാം, പിസ്ത, അത് ഞാൻ കഴിച്ചു. നമ്മൾ ആദ്യം കഴിച്ച വിത്ത് എന്തിൻ്റെ വിത്താണെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പേരും കമൻറ്റ് ചെയ്യണേ. കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ടാറ്റാ.